ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു നല്ല ഗെയിമറാണ് ഗബ്രി. ഗബ്രി പ്രണയനാടകമൊക്കെ കളിച്ചു നടന്ന് സംഗതിയെല്ലാം കൈവിട്ടു പോവുകയും ആൾക്കാരെ വെറുപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും ഇപ്പോഴും നല്ല രീതിയിൽ കളിക്കാൻ ത്രാണിയുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഗബ്രി. അത് പലയാവർത്തി ഗബ്രി തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോരോ കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഗബ്രിയുടെ അഭിപ്രായങ്ങൾ, ഗെയിമിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹം കാട്ടുന്ന ആ 100% പോരാട്ട വീര്യം, അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുവാൻ നമുക്ക് കഴിയില്ല. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി അത് ചളി പറയുക എന്നുള്ളതാണ്. മറ്റുള്ളവർ ചിരിക്കാൻ പാടില്ല, എന്നാൽ കൃത്യമായിട്ടുള്ള ചളി ആയിരിക്കണം. ആ രീതിയിൽ പല ആൾക്കാരും വന്ന് പല ചളികൾ പറയുന്ന സമയത്ത് വെറൈറ്റി സാധനവുമായിട്ടായിരുന്നു ഗബ്രി വന്നത്. ഗബ്രി പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കിവിടെ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളാണ്. ഈ 3 സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരാൾ ഈ വീട്ടിലുണ്ട്. അത് ജാസ്മിനാണ്. ജാസ്മിനെ നമുക്ക് ബാത്റൂമിനകത്തും ഉപയോഗിക്കാം, ബെഡ്റൂമിലും ഉപയോഗിക്കാം, കിച്ചണിലും ഉപയോഗിക്കാം. ഇത് കേട്ടപ്പോഴേക്കും ജാസ്മിൻ ഞെട്ടി തുറച്ചു നോക്കുകയാണ്, ഇതെന്തൊരു വർത്തമാനമാണ് ഈ പറയുന്നതെന്ന്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ബാത്റൂമിൽ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സ്മെല്ലാണ്. നല്ലൊരു സ്മെല്ല് അവിടെ കിട്ടണം. അതിനുവേണ്ടി പറ്റിയ ഒരാളാണ് ജാസ്മിൻ. മുല്ലപ്പൂവാണ്. മുല്ലപ്പൂ ആവുമ്പോൾ എന്തൊരു നല്ല മണമാണ്. അതുകൊണ്ട് നമുക്ക് ജാസ്മിനെ ബാത്റൂമിനകത്ത് എപ്പോഴും ഉപയോഗിക്കാം. രണ്ടാമത്, നമുക്ക് അടുക്കളയിൽ അവിടെ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കറിയാണ് മീൻ. അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് മീൻ ഉപയോഗിക്കാം. ആ മീൻ കട്ട് ചെയ്ത് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ജാസ്മിൻ എന്നുള്ളതിൻ്റെ മീൻ എടുത്ത് നമുക്ക് അടുക്കളയിൽ കുക്ക് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കാം. അടുത്തത് ജാസ് ആണ്. ജാസ് മ്യൂസിക് ഒക്കെ കേൾക്കാൻ എന്ത് ഇഷ്ടമാണ് നമുക്ക്. പ്രത്യേകിച്ച് രാത്രിയിൽ കിടന്നുറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ജാസ് മ്യൂസിക് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് തന്നെ ബെഡ്റൂമിലും നമുക്ക് ജാസ്മിനെ ഉപയോഗിക്കുവാൻ കഴിയും ഒരു ജാസ് മ്യൂസിക്കായിട്ട്. ഓരോരുത്തരും ഓരോ ചാളി പറഞ്ഞു പോകുമ്പോൾ അവിടെ പലരും പരിഹസിച്ചുകൊണ്ടാണ് ചിരിച്ചതെങ്കിൽ ഗബ്രി പറഞ്ഞത് കേട്ടപ്പോഴേക്കും വലിയ അപ്രീസിയേഷനോട് കൂടിയുള്ള അംഗീകാരത്തിന്റെ കയ്യടിയും ചിരിയും ഒക്കെ ആയിരുന്നു ചുറ്റുപാടിൽ നിന്ന് ആൾക്കാരിൽ നിന്നെല്ലാം ഉയർന്നത്. മിടുക്കൻ എന്നുള്ള പരാമർശമൊക്കെ ഇടയ്ക്കൊന്ന് വരുന്നത് കേൾക്കുവാൻ കഴിഞ്ഞു. സംഗതി ഒരു ചളിയാണെങ്കിൽ പോലും സംഗതി ആളവിടെ കുത്തിയിരുന്ന് ചിന്തിച്ച് വളരെ തല പുകഞ്ഞ് ഉണ്ടാക്കിയെടുത്തൊരു സാധനമായിരുന്നു. അത് വളരെ മനോഹരമായിരിക്കുന്നു.